ആർത്തിരമ്പും കടലും പൊങ്ങും തിരമാല വന്നാലും കാണുന്നൻ പ്രിയൻ മുഖം. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഭൂമിയുടെ ഒരറ്റത്ത് ചിത്രശലഭം അതിൻ്റെ ചിറകടിക്കുമ്പോൾ ഭൂമിയുടെ മറ്റേ അറ്റത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. അങ്ങനെ സംഭവിക്കാൻ വളരെ കൃത്യമായ സാധ്യതകളുണ്ട്. അതിനെയാണ് പറയുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റ്. ശാസ്ത്രം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെയും കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ശാസ്ത്രം കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു എന്ന് പറയുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. നിങ്ങൾ ഈ പ്രകൃതിയെ നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അത്തിമരങ്ങളും മറ്റ് മരങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അത് തളിർക്കുമ്പോൾ നിങ്ങൾ വേനൽക്കാലമായെന്നൊക്കെ നിങ്ങൾ പറയും. കാര്യം കൃത്യമാണ്. നിങ്ങൾ ഈ പ്രകൃതിയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. യേശു പറയുന്നൊരു കാര്യം ഇതാണ്, ഈ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതൊക്കെ കടന്നു പോകും, മാറി വരും. അതാണല്ലോ നമ്മൾ സയൻസിൽ പറയുന്ന സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഈ പണ്ടുണ്ടായിരുന്ന ചിലതൊന്നും ഇപ്പോഴില്ല. ജീവജാലങ്ങളില്ല, വൃക്ഷങ്ങളില്ല, ചില ജന്തുക്കളില്ല. അങ്ങനെ ഈ ഭൂമിയിൽ പണ്ടുണ്ടായിരുന്ന പലതും ഇപ്പോഴില്ല. രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ചേഞ്ചാണ്. അത് സർവൈവ് ചെയ്യുന്നത് അത് മുന്നോട്ട് പോകും, സർവൈവ് ചെയ്യാത്തത് നശിച്ചു പോകും. എന്നാൽ ഈ സയൻസുമായിട്ട് കണക്ട് ചെയ്ത യേശു എന്ന് പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾ ഈ പ്രകൃതി അനലൈസ് ചെയ്ത് സർവൈവ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് അതിനെ അനലൈസ് ചെയ്തൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സർവൈവ് എന്നും ചെയ്തൊരു കാര്യമുണ്ട്. അതൊന്നേ ഉള്ളൂ, അതെൻ്റെ വചനമാണ്. നിങ്ങൾ ഈ ഭൂമിയുടെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്ത് ഇതാണ് ശരിയെന്നും ഇതാണ് തെറ്റെന്നും ഇതിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും മാറാത്തൊരു സാധനം ഉണ്ടല്ലോ, അത് എൻ്റെ വചനമാണ്, ഞാനാണ്. നിങ്ങൾ എന്നിലേക്ക് എത്രമാത്രം അനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എന്നിലേക്ക് എത്രമാത്രം നിങ്ങൾ ആഴപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. സയൻസ് വലുതാണെന്ന് പറഞ്ഞ് ബുദ്ധി കൊണ്ട് എല്ലാ കാര്യത്തെയും അനലൈസ് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ ഈ അനലൈസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലൊന്ന്, ഒരിക്കലും ചേഞ്ച് ആകാത്തൊന്ന് ഇന്നുമുണ്ട്. ആ കർത്താവിനെ നമ്മൾ എന്തുമാത്രം ചേർത്ത് പിടിച്ചിട്ടുണ്ട്, അതിനെ എന്തുമാത്രം അനലൈസ് നമ്മളോട് ഹൃദയത്തോട് ചേർത്ത് മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ നൈമിഷികമായ കാര്യങ്ങളും മാറിപ്പോകാവുന്ന കാര്യങ്ങളും നശിച്ചു പോകാവുന്ന കാര്യങ്ങളെയും കീഴ്പ്പെടുത്തിയിട്ട് നമ്മൾ ഉയർന്നെന്ന് ചിന്തിച്ചാൽ വീഴ്ചകൾ വലുതായിരിക്കും. എന്നാൽ ഒരിക്കലും മാറാത്ത ദൈവത്തെ ചേർത്ത് പിടിച്ചാൽ ഉയർച്ച വലുതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. ആരെല്ലാം മാറിയെന്നാലും കൂട്ടായി കൂടെ ഇല്ലെങ്കിലും യേശു മാറുകില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. ആർത്തിരമ്പും കടലും പൊങ്ങും തിരമാല വന്നാലും കാണുന്നൻ പ്രിയൻ മുഖം. ഉയർത്തും കരങ്ങൾ നീട്ടി എന്നെ വിളിച്ചവൻ മാറോടും ചേർത്തിടും ഞാൻ തളർന്ന. ആർത്തിരമ്പും കടലും പൊങ്ങും തിരമാല വന്നാലും കാണുന്നൻ പ്രിയൻ മുഖം. ഉയർത്തും കരങ്ങൾ നീട്ടി എന്നെ വിളിച്ചവൻ മാറോടു ചേർത്തിടും ഞാൻ തളർന്ന. തകർന്നു പോകുവാൻ അനുവദിക്കില്ല, വീണു പോകില്ല ഒരിക്കലും. തകർന്നു പോകുവാൻ അനുവദിക്കില്ല, വീണു പോകില്ല ഒരിക്കലും. ബലമുള്ള കരം എന്നെ പിടിച്ചതിനാ താഴുകില്ല, ഞാൻ തളരുകില്ല. ബലമുള്ള കരം എന്നെ പിടിച്ചതിനാ താഴുകില്ല, ഞാൻ തളരുകില്ല. അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. അവൻ വാക്കുമാറുകില്ല.
മാറുകില്ല, ഒരു നാളും മാറുകില്ല. കൈത്താളമേളത്തോടെ നൃത്താഘോഷങ്ങളോടെ ആർത്തും ഉല്ലസിച്ചും ഞാൻ പാടും. തോൽവിയില്ല എനിക്കിനി ജയം ജയം എന്നാർത്തും ഉല്ലസിച്ചും ഞാൻ പാടും. കൈത്താളമേളത്തോടെ നൃത്താഘോഷങ്ങളോടെ ആർത്തും ഉല്ലസിച്ചും ഞാൻ പാടും. തോൽവിയില്ല എനിക്കിനി ജയം ജയം എന്നാർത്തും ഉല്ലസിച്ചും ഞാൻ പാടും. ജനിച്ചല്ലോ ഞാൻ ഉയരത്തിൽ നിന്നും, ജയിച്ചല്ലോ ഞാൻ ലോകത്തെ. ജനിച്ചല്ലോ ഞാൻ ഉയരത്തിൽ നിന്നും, ജയിച്ചല്ലോ ഞാൻ ലോകത്തെ. പാപം ശാപം എന്മേൽ വാഴുകില്ല, രോഗം ദുഃഖം എന്നെ ജയിക്കയില്ല. പാപം ശാപം എന്മേൽ വാഴുകില്ല, രോഗം ദുഃഖം എന്നെ ജയിക്കയില്ല. അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. അവൻ വാക്കുമാറുകില്ല.